ഒരടിക്ക് കോളുണ്ടെന്നല്ലേ കേളപ്പെട്ട അശരീരി കേട്ടോ. ഞാനൊന്ന് പറഞ്ഞോട്ടെ, നിങ്ങൾ പ്രതിപക്ഷം അഭിപ്രായം പറയുന്നതിനെ ഇങ്ങനെ അസ്വസ്ഥപ്പെടല്ലേ? ഒരാൾ അഭിപ്രായം പറയുമ്പോൾ അതൊന്ന് കേൾക്കാൻ തയ്യാറാകും. നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് നിന്ന് ഒരേ കാര്യങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇവിടെ കേട്ടോണ്ട് നിന്നില്ലേ? അപ്പൊ അതിനുള്ള മറുപടി എനിക്ക് പറയണ്ടേ? ഒരു തെരഞ്ഞെടുപ്പല്ലേ? അപ്പൊ ഞാൻ മറുപടി പറയട്ടെ. ഞാൻ മറുപടി പറഞ്ഞതിന് ശേഷം താങ്കൾക്ക് താങ്കളുടെ അഭിപ്രായം പറയാം. കേൾക്കാൻ തയ്യാറായി തന്നെയാണ് ഇവിടെ നിൽക്കുന്നത്. പക്ഷെ മറുപടിയും കൂടി കേൾക്കണം. ഞങ്ങള് ജനങ്ങളോട് ഇത്തവണ വോട്ട് അഭ്യർത്ഥിക്കുന്നത് കഴിഞ്ഞ നാളുകളിൽ LDF കൊല്ലം കോർപ്പറേഷനിൽ നടത്തിയ വികസനം കണ്ടറിഞ്ഞ് ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം എന്നുള്ളത്. എന്നാ പിന്നെ പേടിക്കണ്ട. അങ്ങനൊരു മുദ്രാവാക്യം, അതായത് LDF തുടരും നാട് വളരും എന്ന മുദ്രാവാക്യമാണ്. അങ്ങനൊരു മുദ്രാവാക്യം വെക്കണമെങ്കിൽ ഞങ്ങൾ ചെയ്ത വികസനത്തെ സംബന്ധിച്ച് ജനങ്ങൾക്ക് ബോധ്യമുണ്ട് എന്നുള്ള നല്ല കോൺഫിഡൻസോട് കൂടി തന്നെയാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. എത്ര മനോഹരമായ നടക്കാത്ത സ്വപ്നം. നടക്കൂടാ, നടക്കും. ഒരു ഗതിയില്ലാതെ നീ പെരുവഴി കൂടെ. കൊല്ലം കോർപ്പറേഷന്റെ വികസനം എന്ന് പറയുന്നത് ഈ നാടിന് ബോധ്യമായിട്ടുള്ള വികസനമാണ്. അല്ല, വലിയ തോതിൽ മാറിയിട്ടുണ്ട്. അതായത് പഴയ കൊല്ലവും പുതിയ കൊല്ലവും ഒന്ന് താരതമ്യം ചെയ്ത് നോക്കാം. അത്രയ്ക്ക് വേണോ സഖാവേ? ഈ പാർക്ക് ആയാലും ആശ്രാമം ലിങ്ക് റോഡ് ആയാലും ശ്രീനാരായണ ഗുരു സാംസ്കാരിക സമുച്ചയമായാലും എത്രയോ വർഷത്തെ മാലിന്യ കൂമ്പാരമായിരുന്ന കുരീപ്പുഴ ചണ്ടിടിപ്പോ സുഗന്ധം പരത്തുന്ന ഉദ്യാനമാക്കി മാറ്റാൻ നമുക്ക് സാധിച്ചു എന്നുള്ളതാണ്. ഈ കൈ കൊണ്ട് ഇങ്ങനെ തള്ളി കൊല്ലത്തെ എല്ലാ നിവാസികൾക്കും കൊല്ലത്തുണ്ടായ മാറ്റം, വികസനം നേരിട്ട് അനുഭവിക്കാൻ കഴിയുന്നു. അപ്പൊ ആ വികസനങ്ങളുടെ തുടർച്ച ഇനിയും ഉണ്ടാകണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ വീണ്ടും അധികാരത്തിൽ വരും. ആ ഒരു അഭിമാനത്തോടും ആത്മവിശ്വാസത്തോടും കൂടിയാണ് വോട്ട് അഭ്യർത്ഥിക്കുന്നത്. നേതാക്കന്മാരും ഭരണാധികാരികളും സന്ദർശനം നടത്തും കാര്യങ്ങൾ പഠിക്കാനായിട്ട്. എന്റെ അഭിപ്രായത്തില് നഗരാസൂത്രണം എങ്ങനെ ആകരുത് എന്ന് പഠിക്കാൻ കൊല്ലത്ത് വരണമെന്നാണ് ഇപ്പം സ്ഥിതി. കാരണം അതിന്റെ പ്രധാനപ്പെട്ട സംഗതി കൊല്ലം ചിന്നക്കട കൊല്ലത്തിന്റെ ഹൃദയമാണ്. ആ ഹൃദയം ഈ പുതിയ ഇപ്പോൾ നിലവിലുള്ള ഓവർബ്രിഡ്ജ് ആ ചിന്നക്കടയെ നശിപ്പിച്ചു. ആ ഓവർബ്രിഡ്ജിന്റെ ഡിസൈൻ എന്ന് പറയുന്നത് ആ കൊല്ലം ചിന്നക്കടയുടെ ഹൃദയത്തിനെ തകർക്കുന്ന ഡിസൈനാണ്. മാത്രമല്ല പില്ലറിൽ ചെയ്തിരുന്നെങ്കിൽ അതിന്റെ അടിയിലെങ്കിലും വണ്ടികൾ പാർക്ക് ചെയ്യാമായിരുന്നു. ഇതൊരു ചൈനീസ് വോൾ പോലെ കെട്ടി നിർത്തി ചിന്നക്കടയിലെ കച്ചവട സ്ഥാപനങ്ങളിൽ നമ്മുടെ കൊല്ലത്തുകാർക്ക് ചെന്ന് വണ്ടി പാർക്ക് ചെയ്ത് സ്ഥാനം വാങ്ങിക്കാൻ പോകാൻ പറ്റാത്ത രീതിയിൽ ആ ചിന്നക്കടയെ നശിപ്പിച്ചു. അച്ഛൻ പറഞ്ഞു ഇതിലും ഭേദം കട്ടപ്പാറയായി കക്കാൻ ഇറങ്ങുന്നതാണെന്ന്. ആശ്രാമത്ത് തങ്ങളുഞ്ഞി മുസ്ലിയാരുടെ സ്മാരകമായിട്ട് ഒരു പാർക്ക് ഉണ്ടാക്കി. അവിടെ ഇപ്പൊ പാമ്പും അണലിയൊക്കെ ആണെന്നാ പറയുന്നത്. അണലിയെ പിടിച്ചിട്ടെന്ന് പറയുന്നത്. ആളുകൾ കയറുന്നില്ല. അങ്ങനെയൊക്കെ വഴിയില്ല. കൊല്ലം തോടിന്റെ കരകളിൽ കൊണ്ട് തള്ളുക. തെരഞ്ഞെടുപ്പ് പ്രമാണിച്ച് ഒരു ഭാഗത്ത് നിന്ന് കോർപ്പറേഷന്റെ ജീവനക്കാരെ വന്ന് നിന്ന് നീക്കിക്കൊണ്ടുപോകുന്നുണ്ട്. കുറച്ച് അത് എവിടെ കൊണ്ട് കളയുന്നു? പ്രധാനപ്പെട്ട വിഷയം പരത്തുന്ന സ്ഥലം ഭയങ്കര സുഗന്ധം എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിക്കേണ്ടത്. ഈശ്വര, ആലോചിച്ചിട്ട് രക്തം പിടിയും കിട്ടുന്നില്ല. തെരുവുവിളക്ക് പരിപാലനത്തിൽ ഇന്നും ഈ നിമിഷം ഇപ്പൊ ആർക്ക് വേണമെങ്കിലും ചിന്നക്കടയിൽ പോയി പരിശോധിക്കാം. ആ ലൈറ്റ് അണഞ്ഞിട്ട് എത്ര മാസമായി, കത്തിക്കാൻ കഴിയുന്നില്ല. അതൊരു ചിന്നക്കട മാത്രമല്ല, എവിടെ നോക്കിയാൽ ആ നിൽക്കുന്ന ഏത് പ്രദേശത്ത് കടന്നു ചെന്നാലും ഇടിവെട്ടിവന്റെ തലേ പാമ്പ് കടിച്ചോടാ ചിന്നക്കട ജംഗ്ഷനിൽ വെച്ച്. ഇപ്പൊ ഈ പറയുന്ന വി പാർക്കില്ലേ, ആ വി പാർക്കിന്റെ മുകളിലുള്ള അവിടെ ഉണ്ടാക്കിയിരിക്കുന്ന അപ്രോച്ച് റോഡ് ഉണ്ടാക്കിയെടുത്തതും ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിലെ വികസനമല്ലേ ഇവിടെ നടക്കുന്നത്. 10 വർഷം കൊണ്ട് അറവുശാല പൂട്ടിയിട്ടു. അറവുശാലയിലേക്ക് വാങ്ങിച്ച പ്ലാന്റ്, ആ ബയോഗ്യാസ് പ്ലാന്റ് ഇവിടെ പോയി, അതും തകർന്ന് തരിപ്പണമായി. ഓരോ പ്രാവശ്യവും കോടിക്കണക്കിന് ഉറുപ്പികയാണ് ഇത്തരത്തിലുള്ള പദ്ധതിക്ക് വേണ്ടി ചെലവഴിക്കുന്നത്. നീ കുറെ നേടുന്നുണ്ടല്ലോ. എന്തുമാത്രം സമരമാണ് ഇവിടെ പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവന്നത്. അവിടെ ഒരു സംശയവും വേണ്ട. അവിടെ പൂങ്കാവനമാക്കി. ഇപ്പോൾ ഇതാ അവിടെ IT പാർക്ക് വരാൻ പോകുന്നു. അതൊരു ഐതിഹാസികമായ മാറ്റമാണ്. നിനക്കെന്താ തലയ്ക്ക് ഭ്രാന്തുണ്ടോ? എത്ര വർഷമായി അവിടെ കുന്നുകൂടി കിടന്നിരുന്ന വേസ്റ്റ്, അത് ഈ പറയപ്പെടുന്ന 25 കൊല്ലോ 30 കൊല്ലോ അല്ല, 19 കൊല്ലമായി അവിടെ കൂടിക്കിടന്ന വേസ്റ്റിനെ മുഴുവൻ ബയോമൈനിങ്ങിലൂടെ എടുത്ത് അത് മുഴുവൻ നീക്കം ചെയ്ത് അവിടെ ഒരു മാറ്റത്തിന് തുടക്കം കുറിച്ചു. ഞങ്ങളുടെ ധനകാര്യമന്ത്രി കൊല്ലംകാരനാണല്ലോ ബാലോപാൽ സഖാവ് എപ്പോഴും പറയുന്നത് ഒരു 5 സ്റ്റാർ ഹോട്ടൽ തുടങ്ങാനുള്ള സാമൂഹിക പരിസരം കിട്ടുന്ന വിധത്തിലേക്ക് ആ പ്രദേശത്തെ സുന്ദരമാക്കി മാറ്റാൻ കഴിഞ്ഞു എന്നുള്ള. അവിടെ അല്ല, ഞാൻ പറയട്ടെ, ഇപ്പൊ കൊല്ലം കോർപ്പറേഷനെ സംബന്ധിച്ച് നിങ്ങളിപ്പോ ഇത് ചോദിക്കുമ്പോൾ ഒരു കോർപ്പറേഷൻ എന്ന നിലയിൽ കൊല്ലത്ത് മാലിന്യം ഒരു വലിയ പ്രശ്നമായിട്ടുണ്ടോ എന്ന് നിഷ്പക്ഷരായ മനുഷ്യരോട് ചോദിക്കണം. കൊല്ലത്ത് അതൊരു പ്രശ്നമായിട്ടില്ല. തെരുവുനായ്ക്കൾ താങ്കൾ തന്നെ നേരത്തെ സൂചിപ്പിച്ചു. തെരുവുനായ്ക്കളുടെ അക്രമമേറ്റ എത്ര കേസ് ഇവിടെ റിപ്പോർട്ട് ചെയ്തു? എവിടെ? കൊല്ലത്ത് റിപ്പോർട്ട് ചെയ്തു. കൊല്ലത്ത് അങ്ങനെ ഒരു പ്രതിസന്ധി നിലനിൽക്കുന്നില്ല എന്ന യാഥാർത്ഥ്യം എനിക്കറിയാം. ഞാൻ ഈ കൊല്ലത്ത് താമസിക്കുന്ന ആളാണ്. ഇവിടെ ശീതീകരിച്ച ABC ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള സംവിധാനങ്ങൾ ആരംഭിക്കുന്നത് മുതൽ തെരുവുനായി പ്രശ്നത്തെ പരിഹരിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഇടപെടൽ കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. എത്ര നന്നായിട്ടാ കള്ളം പറയുന്നത്.
ഉണ്ടായ ചില പ്രതിസന്ധികളുണ്ട്. അതൊക്കെ സാങ്കേതികമായ പ്രതിസന്ധികളാണ്. അത് കക്ഷി രാഷ്ട്രീയ വ്യത്യാസത്തിന്റെ ഭാഗമായി കൊല്ലത്തുണ്ടായ വികസനത്തെ കണ്ണടച്ചിരുട്ടാക്കരുത്. എനിക്ക് അത്ഭുതമുണ്ട്, ചിന്നക്കടയുടെ പ്രതാപം നഷ്ടപ്പെട്ടു എന്ന് ഹഫീസുക്കായെ പോലെ ഒരാൾ എങ്ങനെ പറയും? വെറുതെ കിടന്ന് ഉരുളാദാശനെ. ഹഫീസുക്കായെ പോലെ ഒരാൾ ചിന്നക്കടയുടെ പ്രതാപം നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ പോരിന് വേണ്ടി അങ്ങനെ ഒരു അസത്യമായ കാര്യം പറയാൻ പാടില്ല. ചിന്നക്കടയുടെ ഒരു പ്രതാപവും നഷ്ടപ്പെട്ടിട്ടില്ല. ഏറ്റവും കൃത്യമായിട്ട് നമുക്കറിയാം, പൊന്മാൻ എന്ന് പറഞ്ഞ പുതിയ ചലച്ചിത്രം പുറത്തു വരുമ്പോൾ അതിനകത്ത് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ കഴിയും കൊല്ലത്തിന്റെ വികസനത്തെ പറ്റിയും കൊല്ലത്തിന്റെ പ്രത്യേകതകളെ പറ്റിയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ. പൊന്മാൻ സിനിമയിൽ ചിത്രീകരിക്കുന്ന ചിന്നക്കടയാണോ? പിന്നെ ചിന്നക്കട കാണിക്കുന്നുണ്ട്, കൊല്ലത്തിന്റെ പാട്ട് തന്നെ അതിനകത്തുണ്ടല്ലോ. അപ്പൊ കൊല്ലത്തിന്റെ പ്രതാപം നഷ്ടപ്പെട്ടു പോയി എന്ന് പറയുന്നത് അസത്യവും നുണയുമായിട്ടുള്ള കാര്യമാണ്. ചിന്നക്കട ഇപ്പൊ വികസനം നടക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ഓരോ ഇടങ്ങളും ഉണ്ടാകണം എന്ന് നമുക്ക് പറയാൻ. നീ കിടന്ന് ഉരുളൊന്നും വേണ്ട. ഇതിനൊക്കെ ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള ഫ്ലൈ ഓവർ പില്ലറിലായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു അവർ പറയുന്നത്. അല്ല, അതിപ്പോ അവർക്ക് ആർക്കൊക്കെ എന്തെല്ലാം അഭിപ്രായങ്ങൾ പറയാൻ കഴിയും. പക്ഷേ കൊല്ലത്തിനകത്ത് വലിയ തോതിലുള്ള വികസനം ഉണ്ടായിട്ടുണ്ട്. ആ വികസനത്തെ കണ്ണടച്ചിട്ടാക്കാൻ കഴിയില്ല. ഈ പറയുന്ന ഈ തെരുവുനായ ശല്യം ഇല്ലേ ഇവിടെ? മാലിന്യത്തിൽ നിന്നാണ് തെരുവുനായ ശല്യം ഉണ്ടാവുന്നത്. അങ്ങനെ തെരുവുനായ ആക്രമണം ഉണ്ടാവുന്ന സ്ഥലമാണോ കൊല്ലം കോർപ്പറേഷൻ? തെരുവുനായ ശല്യം രൂക്ഷമായിട്ടുണ്ട്. അത് കൊല്ലത്തെ ഹൃദയഭാഗമായ ചിന്നക്കടയിലെ റൗണ്ടില് പകൽ സമയം വൈകുന്നേരം ചെന്നാൽ അതിനകത്ത് തെരുവുനായകളുണ്ട്. ഈ ആശ്രമ മൈതാനത്തെ തെരുവുനായകളുടെ കാര്യം മാത്രമല്ല ഞാൻ പറയുന്നത്. കളക്ടറേറ്റിനകത്ത് തെരുവുനായ ഒരു 2 പേരെ കളക്ടറേറ്റിനകത്ത് കടിച്ചിട്ട് ആ നായ തല്ലിക്കൊന്ന സംഭവം ഒരു 6 മാസത്തിനകത്ത് ഉണ്ടായിട്ടുണ്ട്. മാഡം, ഇവിടെ ഒന്ന് കുഴിക്കാവോ? 1 മീറ്റർ ഒന്ന് കുഴിക്കാവോ? ഇതിന്റെ അടിയിൽ മുഴുവൻ ഈ ഏക്കർ കണക്കിനുള്ള ഭൂമിയുടെ താഴെ മുഴുവൻ പ്ലാസ്റ്റിക് ലയിച്ചു പോവില്ല. അങ്ങനെ അവിടെ നിന്ന് JCB വരുത്തി കുഴിച്ചപ്പോൾ 1/2 മീറ്റർ താഴെ ചെന്നപ്പോൾ അടിക്ക്, അതായത് വളരെ കട്ടിക്ക് പ്ലാസ്റ്റിക്കാണ്. ഇറങ്ങി ഓടാന്ന് വെച്ച വഴിയും പരിചയമില്ല. അടുത്ത് ഒരു പാലപ്പം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എത്ര കോടിക്കണക്കിന് രൂപയാണ് ഗവൺമെന്റ് നഷ്ടപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് എന്ത് ഗുണമാണ് ഉണ്ടായത്? അത് സാധാരണക്കാരന് ചിന്തിച്ചു നോക്കും. ബസ് സ്റ്റാൻഡ് തൊട്ട് തേവള്ളി വരെ കൊണ്ടെത്തിക്കുന്ന പാലം എന്ന് പറഞ്ഞവർ ചെയ്തു വെച്ചാൽ കോടിക്കണക്കിന് രൂപ അതിനകത്ത് നഷ്ടം. ഇതൊക്കെ സാധാരണക്കാരൻ നികുതി കൊടുക്കുന്ന പൈസയല്ലേ? നിങ്ങൾ ഇവിടെ വികസനം എന്ന് പറയുന്നു. കളക്ടറേറ്റ് തൊട്ട് പിന്നെ താലൂക്ക് ഓഫീസ് വരെ ഇന്ന് ഓടി കൂടെ ഞാൻ വന്നതാ. അവിടെ മൊത്തം കുഴിയും കുണ്ടും വെള്ളയട്ടമ്പലം. ഇതിനൊന്നും ഈ കൊല്ലം കോർപ്പറേഷനുള്ള ഭരണാധികാരികൾ ശ്രദ്ധിക്കുന്നില്ലെന്നാണ് പറയാനുള്ളത്. ചിന്ത മനസ്സിലാക്കാൻ കഴിയുന്ന സദസ്സിൽ മുഴുവൻ പ്രതിപക്ഷത്തിന്റെ ആളുകളാണ് നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നത്. ഒരക്ഷരം നീ മിണ്ടരുത്. അപ്പൊ അതുകൊണ്ട് തന്നെ ചോദ്യങ്ങൾ അങ്ങനെ വരും. അപ്പം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിഷ്പക്ഷരായ നമ്മുടെ ഓഡിയൻസ് വിചാരിക്കും കൊല്ലം കോർപ്പറേഷനിൽ ജനവിരുദ്ധ വികാരം ഉണ്ട് എന്നുള്ളത്. ഇവര് തങ്ങി നിറഞ്ഞിരിക്കുന്നത് കൊണ്ടാണ്. അപ്പൊ മുതലാളിക്ക് ഇത്ര നേരമായിട്ട് മനസ്സിലായില്ലേ? ഇവൻ പൊട്ടനാണ് മുതലാളി. അല്ല, വോട്ടർമാരാണ്, പക്ഷെ നിഷ്പക്ഷമായ വോട്ടർമാരല്ല. അങ്ങനെയുള്ള ആളുണ്ടാവും. അവർ ചോദിക്കും. ചിന്ത പറഞ്ഞോളൂ, തുറന്നു. അതെ, ഭൂരിപക്ഷം എന്നാണ് ഞാൻ പറഞ്ഞത്, അല്ലാത്തവരും ഉണ്ട്. ചില ചർച്ച കഴിയുമ്പോൾ ചിലർ പറയും, അല്ല അവിടെ ഇരുന്ന ഓഡിയൻസ് മുഴുവൻ നിങ്ങൾക്കെതിരെയാണല്ലോ സംസാരിച്ചതെന്ന്. അതിന്റെ കാരണം മറ്റൊന്നുമല്ല, ചാനൽ ചർച്ചകൾ കേന്ദ്രീകരിച്ച് ഒരു ഗ്രൂപ്പിനെ കൊണ്ടുവന്ന ആ ഗ്രൂപ്പിന്റെ ഭാഗമായി ഒരു പൊതുബോധം സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമുണ്ട്. ആ പൊതുബോധമല്ല കൊല്ലത്തിന്റെ പൊതുബോധം എന്നുള്ളത് കൂടി ഇതിന്റെ ഭാഗമായിട്ട് സൂചിപ്പിക്കുക. പ്രശ്നമുണ്ട്. ചിന്നക്കടയെ സംബന്ധിച്ച് അങ്ങനെ യാതൊരു ആശങ്കയ്ക്കും വകയില്ല. കൊല്ലത്തെ ഏറ്റവും സുന്ദരമായ നഗരങ്ങൾ എടുത്തു നോക്കിയാൽ ആ നഗരങ്ങളിൽ ഒന്നായി കൊല്ലം നിൽക്കുകയാണ്. കൊല്ലത്തിന്റെ ആ മണിമാളികയും കൊല്ലത്തിന്റെ വികസനവും. ഒന്ന് പോവാടാ, പോയി തരത്തി പോയി കളിക്കടാ. നമുക്ക് വളരെ നിസ്സംശയം പറയാൻ സാധിക്കും, കൊല്ലത്തിന്റെ നഗരം ഏറ്റവും സുന്ദരമായ വികസനമായി തന്നെ നിൽക്കുകയാണ്. അതിനകത്തങ്ങ് ഒരു തർക്കവുമില്ല. നമ്മൾ നടത്തിയ വികസനത്തെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വിമർശിക്കണ്ടേ? അതിനുവേണ്ടി ഡിസൈൻ കൊള്ളത്തില്ല, ഡിസൈനകത്ത് ചെറിയ പാളിച്ചയുണ്ടെന്നൊക്കെ പറഞ്ഞാൽ ഇവിടുത്തെ ഇല്ലത്തെ വ്യവസായികളെ സംബന്ധിച്ച് അങ്ങനെ യാതൊരു ആശങ്കയും നിലവിലില്ല. പട്ടിയുടെ വാല് 12 കാലം കൊള്ളിട്ടിട്ട് എന്താ കാര്യം? പട്ടിക്ക് കൂടി തോന്നണ്ടേ അത് നിവർത്തിയെടുക്കണോന്ന്? കഷ്ടം. അങ്ങനെ ഒരാശങ്കയും വ്യവസായികളെ സംബന്ധിച്ചില്ല. വ്യവസായികൾ നല്ല സ്നേഹത്തോടും ഐക്യത്തോടും ജനാധിപത്യ മുന്നണി അതൊന്നും അടിസ്ഥാനപരമായിട്ട് നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. കൊല്ലത്തിന്റെ വികസനത്തിന്റെ ഏറ്റവും നല്ല മുഖമായിട്ട് തന്നെയാണ് ചിന്നക്കട നിൽക്കുന്നത്. ചിന്നക്കടയിൽ ഉണ്ടായിട്ടുള്ള വികസനം അത് നമുക്ക് നേരിട്ട് നമ്മുടെ നേത്രങ്ങൾ കൊണ്ട് കണ്ടു മനസ്സിലാക്കാൻ പറ്റുന്ന. നിങ്ങൾ എല്ലാവരും സംഘടിതമായി പറഞ്ഞപ്പോൾ നിശബ്ദമായി ഞാൻ കേട്ടുകൊണ്ട് നിന്നേയല്ലേ? എന്റെ പ്രിയപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകനായ സഹോദര, ഞാനൊന്ന് പറഞ്ഞോട്ടെ. നിങ്ങൾ പ്രതിപക്ഷം അഭിപ്രായം പറയുന്നതിനെ ഇങ്ങനെ അസ്വസ്ഥപ്പെടല്ലേ? ഒരാൾ അഭിപ്രായം പറയുമ്പോൾ അതൊന്ന് കേൾക്കാൻ തയ്യാറാകും. നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് നിന്ന് ഒരേ കാര്യങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇവിടെ കേട്ടോണ്ട് നിന്നില്ലേ? അപ്പൊ അതിനുള്ള മറുപടി എനിക്ക് പറയണ്ടേ? ഒരു തെരഞ്ഞെടുപ്പല്ലേ? അപ്പൊ ഞാൻ മറുപടി പറയട്ടെ. ഞാൻ മറുപടി പറഞ്ഞതിന് ശേഷം താങ്കൾക്ക് താങ്കളുടെ അഭിപ്രായം പറയാം. കേൾക്കാൻ തയ്യാറായി തന്നെയാണ് ഇവിടെ നിൽക്കുന്നത്, പക്ഷെ മറുപടിയും കൂടി കേൾക്കാം. അതെ, ഞങ്ങൾ ചോറ് തന്നെ ഉണ്ടണേ.
കറണ്ട് ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായി തീ കത്തിയാൽ അത് ഫയല് കത്തിക്കാൻ വേണ്ടിയാണെന്നുള്ള ആ ബുദ്ധി അതെന്ത് ക്രിമിനൽ ബുദ്ധിയാ? അങ്ങനെ എന്തെങ്കിലും തെളിവ് ഇവിടെ വന്നിട്ടുണ്ടോ? ഇവിടെ അന്വേഷണം നടന്നല്ലോ, ഇവിടെ പോലീസ് അന്വേഷണം നടന്നല്ലോ. അപ്പൊ എന്തെങ്കിലും ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ട് വെറുതെ അങ്ങ് കാര്യങ്ങൾ പറയാമെന്ന് കരുതിയാൽ അതിനെ നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. ഇതൊക്കെ ഞങ്ങളോട് പറഞ്ഞത് എന്തിനാ? നമ്മൾക്ക് കഴിവിന്റെ പരമാവധി ഉപയോഗിച്ചുകൊണ്ട് അഷ്ടമുടി കായൽ ശുചീകരിക്കാനും അഷ്ടമുടി കായലിന്റെ മഹിമ നിലനിർത്തിക്കൊണ്ട് മുമ്പോട്ട് പോകാനുമുള്ള പരിശ്രമം നടത്തി അത് വിജയിച്ച് മുമ്പോട്ട് വരികയാണ്. ജീവനാണ് അഷ്ടമുടി, ജീവിക്കണം അഷ്ടമുടി. ഈ അഷ്ടമുടി കായലിന്റെ തീരത്തുള്ള കടവുകൾ, അവിടെ വന്നിട്ടുള്ള നവീകരണം കഴിഞ്ഞ 70 വർഷം കൊണ്ട് ആശുപത്രിയിലെ ടോയ്ലറ്റ് വേസ്റ്റ് ഈ അഷ്ടമുടിക്കായലിലേക്കാണ് നിങ്ങൾ ഒഴുക്കുന്നത്. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ?